ഇരട്ട കൊലപാതകം. മാതാപിതാക്കളെ കുത്തിക്കൊന്നു. ലഹരിക്കടിമയായ മകൻ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി SS ശരത് നമ്മളോടൊപ്പം ചേരുന്നു. ശരത്, ഇതെപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്? ചൈതന്യ, ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നെയാണ് നാടിനെ നടുക്കിയ ഒരു ക്രൂര കൊലപാതകം നടന്നത്. ആലപ്പുഴ പോപ്പിപ്പാലത്തിന് സമീപത്തുള്ള ഈ പുരയിടത്തിലാണ്, അതായത് ഈ വീടിനകത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടന്നിട്ടുള്ളത്. മകൻ അമ്മയെയും അച്ഛനെയും കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു മകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം മകൻ ബാബു തന്നെയാണ് ഇത്തരത്തിൽ സഹോദരിയെയും ഒപ്പം ഈ നാട്ടുകാരെയും വിവരം അറിയിച്ചത്. ക്രൂര കൊലപാതകത്തിന് ശേഷമാണ് എന്തായാലും ബാബു ഇക്കാര്യം നാട്ടുകാരെ അറിയിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അമ്മയുടെയും അച്ഛന്റെയും മൃതദേഹം, അച്ഛൻ തങ്കരാജിന്റെയും അമ്മ ആഗ്നസിന്റെയും മൃതദേഹം നിലവിൽ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കൊപ്പം കൂടി നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് കുറെ കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമായിരുന്നു? അവൻ കുറെ നാളായിട്ട് മയക്കുമരുന്നിനും അടിമയായിട്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പരിസരം നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവൻ വീട്ടിൽ പ്രശ്നക്കാരനാണ്. പ്രശ്നം ഉണ്ടാവാം, ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ട് ഇടയ്ക്ക് നോർത്തിൽ പരാതിയെല്ലാം കൊടുത്ത് അത് നോർത്തിൽ പോയി അവനെ വിളിപ്പിക്കുക. അതിന്റെ വൈരാഗ്യത്തിനാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഇന്ന് എപ്പോഴാണ് പരാതി കൊടുത്തത്? അല്ല, പരാതി കൊടുത്തിട്ട് ഒരു 4-5 ദിവസം മുമ്പ്. ഇന്നിപ്പോ എന്തായിരുന്നു, എപ്പോഴായിരുന്നു പ്രശ്നം ഉണ്ടായത്? അത് ഒരു വൈകിട്ട് തന്നെ. ഇവിടെ ആരും അറിയത്തില്ല, ഈ പുറകിലായതുകൊണ്ട്. പുറകിലാണ്ട് ആരും അറിയത്തില്ല. ഇവിടെ ഒച്ചയമ്പോഴൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് പോയത്. ബാബു തന്നെയാണ് വീട്ടിൽ പെങ്ങളെ വിളിച്ച് പറഞ്ഞതാണ് അറിവ്. ഫോണിൽ അറിയിച്ചത് ബാബു തന്നെയാണെന്നാ പറയുന്നത്. പൊതുവെ എങ്ങനെയാണ്, ഒരു അക്രമകാരിയാണ് നാട്ടുകാർക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ ജോലി? അവന് ആദ്യം കൊലക്കട മാർക്കറ്റിൽ കൊലയുടെ പണിയായിരുന്നു. അതിനുശേഷം വല്ലപ്പോഴും കൂടെ ജോലിക്ക് പോകുന്ന, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരാളല്ല. തങ്കരാജും മാഗ്നസും അവരൊക്കെ എന്താ ജോലി? അവര് തങ്കരാജ് നേരത്തെ ഇറച്ചിയോട്ടായിരുന്നു. അവർ കുറെ നാളായിട്ട് ഇപ്പൊ ജോലി ചെയ്യാതെ വീട്ടിൽ നിൽക്കുക. ഈ മോളാണ് ഇവരെ സംരക്ഷിക്കുന്നത്. സ്കൂളിലെ ടീച്ചറാണ്, ഭർത്താവ് പട്ടാളക്കാരൻ. ബാബു ഇന്ന് മദ്യപിച്ചിട്ടാണോ അങ്ങനെ എന്തെങ്കിലും കണ്ടായിരുന്നു? ഇല്ല, കാണുന്ന ആളല്ല. ഇവിടെ ഈ പ്രദേശത്തുകാരനാണേലും ഇവിടെ എല്ലാ സഹകരണവും കാര്യങ്ങളും ഒക്കെ പുറത്താണ്. ഈ ഒതുങ്ങിയ വഴി ഇവിടെ ഇല്ലേ, വീടായതുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല. അപ്പൊ ഇവിടെ എന്താ നടക്കുന്ന അറിയത്തില്ല. ഒന്നും മച്ച വീട്ടു കിടക്കുന്നു. അങ്ങനെയാണ് 10 ദിവസം മുമ്പ് തള്ളകൊണ്ടെന്ന് പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത് പോലീസുകാരൊന്ന് കൂട്ടിക്കൊണ്ട് പോയി അവരെ താക്കീത് ചെയ്തൊക്കെ വിട്ടതാ. പക്ഷെ അവൻ മയക്കുമരുന്ന് അടിക്കുന്നതിന്റെ ഇതായിരിക്കും. അതായത് ചൈതന്യ, നാട്ടുകാർ പറയുന്നത് ദീർഘനാളായി ഈ അമ്മയും അച്ഛനുമായി ബാബു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ പലതവണ ഈ വീട്ടിൽ വെച്ച് തന്നെ ഇവർ തർക്കമുണ്ടാവുകയും സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് അമ്മ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ നോർത്ത് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് മകൻ ബാബുവിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മകനെ വിളിപ്പിച്ചു എന്നടക്കമുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ ഒരു വൈരാഗ്യം ബാബുവിനുണ്ടായിരുന്നു. മാത്രമല്ല, ബാബു പലപ്പോഴായി മദ്യപിക്കുന്ന ആളാണ്, ലഹരിക്ക് അടിമപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു വീട്ടുകാരോട് പലപ്പോഴും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു തർക്കമായിരിക്കാം ഇന്നിപ്പോൾ എന്തായാലും ഇത്തരമൊരു ക്രൂര കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാരും സംശയിക്കുന്നത്. കൊലപാതക ശേഷം ബാബു തന്നെയാണ് തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരോട് ഇക്കാര്യം പറയുന്നത്. ഒപ്പം സഹോദരിയെയും ഇക്കാര്യം വിളിച്ചു പറഞ്ഞു. സഹോദരി വിവാഹശേഷം മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ ബാബുവും അമ്മ അഗ്നസും ഒപ്പം അച്ഛൻ തങ്കരാജ്, അങ്ങനെ 3 പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത്. ബാബു അവിവാഹിതനാണ്. അതുകൊണ്ട് തന്നെ മറ്റാരും തന്നെ ഈ വീട്ടിൽ അത് പലപ്പോഴായും അച്ഛനും ബാബുവുമായി പല കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് മദ്യലഹരിയിൽ പലപ്പോഴും ബാബു അച്ഛന് നേരെ അത്തരത്തിൽ തർക്കങ്ങളെയും ഒപ്പം അതേപോലെ തന്നെ അച്ഛനെ ഉപദ്രവിക്കാനടക്കം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ബാബുവിനെ ഇപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കൊലപാതക ശേഷം നാട്ടുകാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ച് ബാബു മറ്റൊരു ബാറിൽ പോയി മദ്യപിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ബാറിൽ വെച്ചാണ് എന്തായാലും പോലീസ് ഇപ്പോൾ ബാബുവിനെ കസ്റ്റഡിയെടുത്തത്. നിലവിൽ ഇപ്പോൾ ബാബു ആലപ്പുഴ നോർത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ബാബുവിൽ നിന്ന് ഇപ്പോൾ ചോദിച്ചറിയുകയാണ്. ചേർത്ത്, അപ്പോൾ നേരിട്ട് ചെന്ന് കീഴടങ്ങുകയായിരുന്നില്ല, പോലീസ് ചെന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നല്ലേ? അതെ, സംഭവം നടന്ന ശേഷം ബാബു ഒളിവിൽ പോയ എന്നുള്ളതായിരുന്നു പോലീസ് അടക്കം നൽകിയ വിവരം. അതായത് കൊലപാതക ശേഷം വിവരം തൊട്ടടുത്തുള്ള അയൽവാസികളെ അറിയിക്കുന്നു. മാത്രമല്ല, സഹോദരി മറ്റൊരു വീട്ടിലാണ്, സഹോദരിയെയും ഇക്കാര്യം വിളിച്ചറിയിക്കുകയും ചെയ്തു. ശേഷം ബാബു ബാറിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആ ബാറിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെയാണ് ബാബുവിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ പറയുന്നത് പോലെ ബാബു ആലപ്പുഴ നോർത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്.